കാഡ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തിവരുന്ന പച്ചക്കുടുക്ക സമ്പാദ്യ പദ്ധതിയുടെ ഈ വർഷത്തെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 18 ബുധനാഴ്ച നടക്കും. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 6 വർഷക്കാലമായി കാഡ്സിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കാർഷിക സമ്പാദ്യ പദ്ധതിയാണ് പച്ചക്കുടുക്ക. പദ്ധതിയുടെ ഈ വർഷത്തെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 18 ബുധനാഴ്ച നടക്കും. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കാനിരിക്കുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കാഡ്സ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പച്ചക്കുടുക്ക. ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 18 തീയതി വ്യാഴാഴ്ച 1 മണിക്ക് കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കീരമ്പാറ പരിപാടിയിൽ അധ്യക്ഷനാവും. പാഴായി പോകുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികൾ വഴി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിപണനം നടത്തി ലഭിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കും. ഇതിൽ നിന്നും ഓരോ കുട്ടിക്കും ചുരുങ്ങിയത് 4000 രൂപയെങ്കിലും ലഭ്യമാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് പച്ചക്കുടുക്ക. പച്ചക്കറികൾ പാഴായി പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 7000 കോടി രൂപയ്ക്ക് നാടെടുക്കണം. കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കയും ഒക്കെ വെറുതെ പോവുകയാണ്, പ്രത്യേകിച്ച് ചക്ക, മാങ്ങ ഇതെല്ലാം. അപ്പം അതിന് ഒരു മൂല്യമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ ആദ്യം പദ്ധതി ആരംഭിച്ചത്. ആദ്യം പെരിങ്ങാശ്ശേരി ഗവൺമെൻറ് സ്കൂളിലാണ് തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് 3 സ്കൂളിലാക്കി. പിന്നീട് അത് കഴിഞ്ഞ വർഷമായപ്പോഴത്തേക്കും ഇടയ്ക്ക് സ്കൂളൊന്ന് കൂടിയെങ്കിലും കോവിഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എണ്ണം ഇച്ചിരി കുറഞ്ഞ് കഴിഞ്ഞ വർഷം 12 സ്കൂളുകളായി. അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വരുമാനം എന്നതിനേക്കാൾ കൂടുതൽ കാർഷിക മേഖല ഗുണകരമാണ് എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശം. പൊതുവെ കൃഷി നഷ്ടമാണെന്നും അതിലേക്ക് ആരും പോകരുതെന്നും മാതാപിതാക്കൾ ഉപദേശിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയല്ല. ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വഴി ന്യായമായ ഒരു ലാഭം കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് കുട്ടികളെങ്കിലും കാർഷിക മേഖലയിൽ വരണം എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ കുട്ടി കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു. 23,500 രൂപയാണ് ഒരു വർഷം കൊണ്ട് ആ കുട്ടി സമ്പാദിച്ചത്. അതിൻ്റെ കൂടെ ഞങ്ങൾ 1000 രൂപ ക്യാഷ് അവാർഡ് കൊടുത്ത് ഏകദേശം 4,00,000 രൂപ ആ കുട്ടിക്ക് ലഭ്യമാണ്. കാർഷിക മേഖല ലാഭകരമാണെന്നുള്ള ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഡ്സ് ചെയർമാൻ KG ആന്റണി, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജേക്കബ് മാത്യു, പച്ചക്കുടുക്ക ചീഫ് കോർഡിനേറ്റർ KM അത്തച്ചൻ, കാഡ്സ് സെക്യൂരിറ്റി ഇൻചാർജ് NJ മാമച്ചൻ, കാഡ്സ് ഡയറക്ടർ VP സുകുമാരൻ, കാഡ്സ് CEO ബെന്നി PJ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.